പാപികൾ നിന്നിലേക്ക് മനം തിരിയും. ഇപ്പോൾ എവിടെ നോക്കിയാലും പരസ്യയോഗമാണ്. എല്ലാ സഭക്കാരും എല്ലാ ആളുകളും കർണകഠോരമായ നിലയിൽ സകല തലത്ത് തകർത്ത് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഞാനൊന്നും വലുതായിട്ടൊന്നുമില്ല. ഇവിടെ വലിയ ഡെയിലി പോയി കവലകളിൽ പോയി, വീടുകളുള്ള സ്ഥലത്ത് പോയി, മാർക്കറ്റിൽ പോയി, ഡെയിലി ഞായറാഴ്ച ഉൾപ്പെടെ പരസ്യയോഗങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. നമ്മളതിനെ 100% എതിർത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുറെ അബദ്ധങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത്രയും പരസ്യങ്ങൾ നടത്തിയിട്ടും ട്രാക്റ്റുകൾ കൊടുത്തിട്ടും വീടുകളിൽ കയറി സുവിശേഷം പറഞ്ഞിട്ടും പണ്ടത്തെ പോലെ പാപികൾ മാനസാന്തരപ്പെട്ട് സഭകളിൽ വരുന്നില്ല. വളരെ കുറവാണ്. പണ്ട് ഞാനൊരു 25 വർഷം മുമ്പ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞവർ പിറ്റേ ആഴ്ച ഒരു സഭ വരും, രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. പക്ഷെ ഇന്ന് ആഞ്ഞു പിടിച്ചിട്ടും കിട്ടുന്നില്ല. ആളുകൾ മാനസാന്തരപ്പെടുന്നില്ല, സഭയിൽ വരുന്നില്ല. ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമാണ് അവർ വരികയുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് പാപികൾ ദൈവത്തിങ്കിലേക്ക് മനം തിരിയുന്നില്ല? ദൈവത്തിങ്കിലേക്ക് മനം തിരിയണമല്ലോ, മാനസാന്തരപ്പെടണ്ടേ? അത് സംഭവിക്കണമെങ്കിൽ പാപികൾ ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വരണമെങ്കിൽ 7 കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പരസ്യയോഗം നടത്തുന്നവരുടെ ജീവിതത്തിൽ, പാസ്റ്റർമാരുടെ ജീവിതത്തിൽ, സഭയിലുള്ള എല്ലാ വ്യക്തികളുടെയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 7 കൂട്ടം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പാപികൾ നമ്മുടെ സുവിശേഷം കേട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞു വരികയുള്ളൂ. അല്ലാത്ത പക്ഷം എന്തൊക്കെ സുവിശേഷ പ്രചരണം നടത്തിയാലും ഒരൊറ്റ ആള് പോലും കർത്താവിങ്കിലേക്ക് മനം തിരിഞ്ഞു വരില്ല. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കുടം കമിഴ്ത്തി വെച്ച് ആരും വെള്ളം പിടിക്കാറില്ല. അങ്ങനെ പിടിച്ചിട്ട് ടാപ്പ് തുറന്നു, ഇഷ്ടംപോലെ വെള്ളം വരുന്നുണ്ട്, കുടത്തിൻ്റെ മേലെ വീഴുന്നുണ്ട്, കുടത്തിൻ്റെ ഉള്ളിൽ പോകുമോ? കുടത്തിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ കുടം തിരിച്ചു വെക്കണം. എന്നതുപോലെ പാപികളായ മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, ഇടം കൈയറിയാതെ വലം കൈയറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് പാരമ്പര്യത്തിൻ്റെയും മതത്തിൻ്റെയും പാപത്തിൻ്റെയും വഴികളിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവര് ആളുകളാണെങ്കിൽ പോലും അവര് സുവിശേഷത്തിലേക്ക് മനം തിരിഞ്ഞു വരണമെങ്കിൽ യേശുവിനെ അറിഞ്ഞ, സുവിശേഷം അറിഞ്ഞ നമുക്ക് ഓരോരുത്തർക്കും, പ്രസംഗകനാണെങ്കിലും പ്രസംഗകനല്ലെങ്കിലും സാധാരണ ഒരു വിശ്വാസിയാണെങ്കിലും ഉന്നതമായ ഒരു ക്രിസ്തീയ ലീഡറാണെങ്കിൽ പോലും എല്ലാവരുടെ ജീവിതത്തിൽ ഇതിന് മുകളിൽ പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാലാണ് ആളുകൾ ദൈവകൃപയിലേക്ക് വരികയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാനായി പോകുകയാണ്. ആദ്യം തന്നെ നമുക്ക് 10ാമത്തെ വാക്യം വായിക്കാം. ആദ്യത്തെ 2 കാര്യങ്ങൾ ഈ 10ാമത്തെ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ആളുകൾ സുവിശേഷം കേട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞു വരണമെങ്കിൽ ഈ സുവിശേഷം പറയുന്ന ആളുടെ ജീവിതത്തിൽ, ആ സുവിശേഷം പറയുന്ന ആളുണ്ടല്ലോ, അത്
നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ട വിഷയം നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം ഒരു ക്ലീൻ ഹാർട്ടായിരിക്കണം. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ ഹൃദയം ക്ലീൻ ഹാർട്ടായി, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ഹാർട്ടിനെ കുറിച്ചൊന്നല്ല ഇവിടെ പറയുന്നത്, അതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തെയാണത് കാണുന്നത്. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയാണ്, ക്രിസ്തീയ ജീവിതത്തെയാണ് കാണുന്നത്. ആ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? നിർമ്മലമായിരിക്കണം. നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം സുവിശേഷം പറയുന്ന ആളുടെ ജീവിതം. നമ്മൾ എങ്ങനെയാണ് നിർമ്മലരായത്? യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ദൈവം നിർമ്മലരാക്കി. ആ നിർമ്മലത പ്രാപിച്ച ആ ഹൃദയത്തിലേക്ക് നമ്മൾ യേശുവിനെ വിളിച്ചപ്പോൾ ആ മന്ദിരത്തിൽ കർത്താവ് വന്ന് വാസം തുടങ്ങി. എന്നാൽ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്തു വരുന്നുണ്ട്? പാപം വരുന്നുണ്ട്, അകൃത്യം വരുന്നുണ്ട്, കുറവുകൾ വരുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്, ഫോൾട്ടുകൾ വരുന്നുണ്ട്, അറിഞ്ഞും വരുന്നുണ്ട്, അറിയാതെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നിർമ്മലതയെ നഷ്ടപ്പെടുത്തുന്ന പല ചിന്താഗതികളും പല കാര്യങ്ങളുമായിട്ടാണ് സുവിശേഷം പറയുന്നതെങ്കിൽ, ട്രാക്റ്റ് കൊടുക്കുന്നതെങ്കിൽ, യേശുവിനെ കുറിച്ച് പറയുന്നതെങ്കിൽ, ആ ഒരു സുവിശേഷം പറയുന്നത് ആ വ്യക്തിക്കുള്ളിൽ ചലനം സൃഷ്ടിക്കില്ല. വെറുതെ കുറെ വാക്കുകൾ പറയുന്നത് മാത്രമായിട്ടത് തീരും. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് തിമോഥെയോസിന് പറഞ്ഞത്, നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെ നീ ചെയ്താൽ നീ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി. എന്തുകൊണ്ട് പാപികളായ മനുഷ്യർ ഈ സുവിശേഷമൊക്കെ ഇത്രയധികം കേട്ടിട്ടും മനം തിരിഞ്ഞു വരാത്തൊരു കാരണമെന്ത്? ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ നിർമ്മലതയില്ല. അതുകൊണ്ട് ആ പറയുന്ന സുവിശേഷം ആ കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകുന്നില്ല. പണ്ടൊരിക്കൽ ഒരു പ്രസംഗകൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. സുവിശേഷത്തിൻ്റെ പ്രസക്തിയോ മൂല്യമോ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്നവനെ കാണുമ്പോൾ ഇവനാണോ പ്രസംഗിക്കുന്നത്, ഇവനാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ സുവിശേഷത്തിൽ നിന്ന് അകലുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: സുവിശേഷം പ്രസംഗിക്കുന്നവനെ ആരും കാണരുത്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു കർട്ടനിട്ട് സ്റ്റേജിന്റെ ഉള്ളിൽ ഈ പ്രസംഗകനെ ആക്കണം. പ്രസംഗകനെ ജനം കാണരുത്. മൈക്കിലൂടെ പ്രസംഗകന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ സുവിശേഷം കേട്ടിട്ട് ആളുകൾ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആ പ്രസംഗകൻ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതാണ് സ്ഥിതി. ആളുകൾ മാനസാന്തരപ്പെടണമെങ്കിൽ ഒന്നാമത് നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം നല്ലൊരു ജീവിതത്തിൻ്റെ
ഉടമയായിട്ട് നമ്മൾ മാറണം. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിക്ക് ഉടമയായിരിക്കണം. എന്നാലാണ് നമ്മൾ പറയുന്ന സുവിശേഷം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പരിവർത്തിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം.